പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ മറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വമപ്പ. കർത്താവേ, അങ്ങേക്ക് സ്തോത്രമപ്പ, സ്തോത്രമപ്പ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലി എഫ് പേജിൽ പിന്നെയും കടന്നു വന്ന് ഈ പ്രഭാതത്തിൽ അല്പനിമിഷം തിരുവചനം ഘോഷിപ്പാനായി ദൈവമായ കർത്താവ് ഒരുക്കി തന്ന നല്ല സമയത്തെയും നല്ല സന്ദർഭത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുക്കാനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു നല്ല അവസരം ദൈവമായി നമുക്കൊരുക്കി തന്നു. നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ അനുഗ്രഹത്തോടു കൂടി തന്നെ കർത്താവിൻ്റെ തിരുവചനമായി നിൽക്കാൻ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു തമിഴ് ഗാനത്തിൻ്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി വചന ധ്യാനത്തിലേക്ക് കടക്കാം. സ്വർഗീയ പിതാവ് നമ്മുടെ കൂടെയുണ്ട്. പ്രിയരെ, നമുക്ക് സന്തോഷത്തോടുകൂടി ഈ പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. யாவருக்கும் தெரிந்த ஒரு தமிழ் பாடல் ஒன்று நான் பாட இருக்கிறேன். நீங்களும் என்னோடு சேர்ந்து தேவனை மகிமைப்படுத்தும்படியாகிய உங்களை நான் அன்போடு அழைக்கிறேன். பிரைஸ் தி லார்ட். ஹல்லேலூயா. உன்னதமான கர்த்தரையே உறைவிடம் ஆக்கிக் கொண்டார். அடைக்கலமா ஆண்டவனே ஆதாயம் ஆக்கிக் கொண்டார். உன்னதமான கர்த்தரையே உறைவிடம் ஆக்கிக் கொண்டார். ஆடைக்கலமாம் ஆண்டவனே ஆதாயம் ஆக்கிக் கொண்டார். வாதியுந்தன் கூடாரத்தே அணுகாது மகனே, பொல்லாப்பு நேரிடாதே நேரிடாது மகளே. வாதியுந்தன் கூடாரத்தே அணுகாது மகனே, பொல்லாப்பு நேரிடாது நேரிடாது மகளே. ஆட்டுக்குட்டி ஆமென் இரத்தத்தினார் சாத்தானை ஜெயித்து விட்டோ. ஆவியுண்டு ஆமென் வசனமுண்டு அன்றாடம் வெற்றியுண்டு. ஆட்டுக்குட்டி ഗ്ലോറി இரத்தத்தினார் சாத்தானை ஜெயித்து விட்டோ. ஆவியுண்டு ஆமென் வசனமுண்டு அன்றாடம் வெற்றியுண்டு. வாதியுந்தன் கூடாரத்தே அணுகாது மகனே, பொல்லாப்பு நேரிடாது நேரிடாது மகளே. வாதியுந்தன் கூடாரத்தை அணுகாது மகனே, பொல்லாப்பு நேரிடாது നേരിടാതെ മകളേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെല്ലാവരും ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, നല്ലത് മനോഹരമേറിയ ഒരു പ്രഭാതയാമം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ദാനമായി നൽകി തന്നതിനായി സ്തുതിക്കുന്ന കർത്താവേ. അപ്പാ, ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിയുടെ ദിനം കണ്ടവർ എത്രയോ പേർ മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോഴും കർത്താവിൻ്റെ ആ വലിയ സ്നേഹവും കരുതലും കാണുവാൻ, ഒരു നല്ല പ്രഭാതം കൂടെ ഞങ്ങൾക്ക് കാണുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അപ്പച്ചനൊരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത്, നല്ല സന്ദർഭത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടുകൂടി അങ്ങ് വാഴ്ത്തി സ്തുതിക്കുന്നു. അവങ്കലേക്ക് നോക്കി പ്രകാശിതരായി
അവരുടെ മുഖം ഒരു നാൾ ലജ്ജിച്ചു പോയിട്ടില്ല എന്ന് വചനം വ്യക്തമാക്കുന്നു. ആകയാൽ കർത്താവേ, ഈ പ്രഭാതം നന്മയുടെ അനുഗ്രഹത്തിന്റെ നിമിഷമായി മാറട്ടെ എന്നോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അല്പനിമിഷം തിരുവചനമായി നിൽക്കുന്നു. അടിയനെ ബലപ്പെടുത്തണം. കടന്നു വരുവാനുള്ളവർ എത്രയും പെട്ടെന്ന് കടന്നു വരണം. വചനം കേൾക്കുന്നവർക്ക് ഒരു മാറ്റം ഉണ്ടാകണം. ഒരു ദൈവിക സാന്നിധ്യം അവരിലേക്ക് ഇറങ്ങി വരണം. ഒരത്ഭുതത്തിന്റെ നിമിഷങ്ങളായി മാറണം കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയാൽ നിറച്ചാട്ടെ. അവിടെ നിന്ന് മനസ്സറിയണമെന്ന് പ്രാർത്ഥിക്കണം. തിരു രക്തത്താൽ കർത്താവ് നിറയ്ക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലിയുടെ FB പേജിൽ വീണ്ടും ഒരു നല്ല പ്രഭാതത്തിൽ ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നു തിരുവചനം ഘോഷിക്കുവാനായി. ഹല്ലേലൂയ. ദൈവമക്കൾ, നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കഴിഞ്ഞ രാത്രിയുടെ ദിനം കണ്ടവർ എത്രയോ പേർ. എൻ്റെ പ്രിയരെ, ഒരു പുതിയ ദിവസമില്ലാതെ മരണം അനേകരെ മുറിച്ചു കളഞ്ഞപ്പോൾ, ആ രോഗം അനേകരെ താളടിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ കർത്താവിന്റെ സ്നേഹവും കരുതലും കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഓരോ ദിനം, ഓരോ ദിവസവും, ഓരോ നിമിഷവും നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ അത് കർത്താവിന്റെ കൃപയാ. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല പ്രിയ സഹോദരങ്ങളെ. ആകയാൽ നാം ഓരോരുത്തരും ഹല്ലേലൂയ, നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ അത് ദൈവനാമ മഹത്വത്തിനായി തന്നെ ചിലവഴിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളായി ദൈവസന്നിധിയിൽ കൂടുതലായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് സമയങ്ങളെ വേർതിരിക്കാം. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഒരു അല്പനിമിഷം ഒരു പുതിയ ചിന്തയുമായി ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, തളരാൻ അനുവദിക്കാത്ത ഒരു ദൈവത്തെ കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കുവാനുള്ളത്. പലപ്പോഴും നമുക്ക് തളർന്നു പോകുന്നവരാ, നമ്മുടെ പലവിധമായ വിഷയങ്ങളിൽ കുഴഞ്ഞു പോകുന്നവരാ, നമുക്കൊരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ട് വെക്കുവാൻ കഴിയാതെ നമ്മൾ ഭാരപ്പെടുന്നവരാണ്. ഓരോ ദിവസവും പുതിയ പുതിയ വിഷയങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ ദിവസവും പുതിയ ദിവസത്തെ കാണുമ്പോൾ അയ്യോ ദൈവമേ, എന്താണ് ഇന്ന് നടക്കാൻ പോകുന്നത്, ഇന്നത്തെ ദിവസം എന്തായിരിക്കും എന്നുള്ള ചിന്ത നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അങ്ങനെ തന്നെയാണ്. എന്നാൽ ദൈവ പൈതലേ, ഹല്ലേലൂയ, കർത്താവ് നമ്മളോട് നാം ചിന്തിക്കേണ്ടത് ഒരു വിഷയം എന്താ? ദൈവം നമ്മെ തളരാൻ അനുവദിക്കത്തില്ല. നമ്മൾ വിശ്വാസത്തിന്റെ ട്രാക്കിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഓട്ടം ഒരിക്കലും നിലച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. പാതി വഴിയിൽ വെച്ച് കർത്താവ് നമ്മളെ വിട്ടേച്ചു പോകുന്ന ഒരു ദൈവമല്ല. നമ്മുടെ ഓട്ടത്തിന്റെ നടുവിൽ അല്ലെങ്കിൽ ഓട്ടത്തിന്റെ മുൻപിലായി കർത്താവ് കൂടെയുണ്ട്. വിശ്വാസമുള്ള ദൈവജനം പ്രാർത്ഥനയോടുകൂടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് തുടങ്ങുക. ഹല്ലേലൂയ. ആകയാൽ പലപ്പോഴും പലവിധമാകുന്ന വിഷയങ്ങളിൽ നാം തളർന്നു പോകുകയാണ്. എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും പലരും പറയാറുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ ആൻറ്റി, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് മനസ്സുണ്ട് പക്ഷെ കഴിയുന്നില്ല, എന്നാലേ അത് സാധിക്കുന്നില്ല, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്ന പല സഹോദരങ്ങളെ കാണുവാനായിട്ട് കഴിയും. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നീ തളർന്നു പോകുവാൻ, ഹല്ലേലൂയ, നീ നിലച്ചു പോകാൻ, നിന്റെ ഓട്ടത്തെ അവിടെ നിർത്തിപ്പോകുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കുന്ന ദൈവമല്ല. ചില ഭക്തന്മാരുടെ ജീവിതത്തിലേക്ക് നാം കടക്കുമ്പോൾ ചില അനുഭവങ്ങൾ നമ്മെ അല്ലെങ്കിൽ ഉറപ്പിക്കുകയാണ്. നീ തളർന്നു പോകുകയില്ല സഹോദരി, നീ തളർന്നു പോകുകയില്ല. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഏത് വലിയ വിഷയമായിരുന്നാലും ശരി, ഏത് ചെറിയ വിഷയമായിരുന്നാലും കർത്താവിന്റെ സ്നേഹം നിനക്ക് കാണുവാൻ കഴിയും. അപ്പം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ചിന്ത, അങ്ങനെയുള്ള ഒരു ഉണർവ് നിനക്ക് അത് അനുഭവിച്ചെടുക്കുവാൻ കഴിയും എന്നത് ഈ പ്രഭാതത്തിൽ ഉറപ്പിക്കട്ടെ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 19-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഈ വേദഭാഗത്തിന്റെ ചരിത്രം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. നമുക്ക് എല്ലാവർക്കും ഏലിയാവിനെ കുറിച്ച് അറിയാം. ഹല്ലേലൂയ. ഏലിയാവിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഏലിയാവ് തളർന്നു പോയ ഒരു സന്ദർഭമായിരുന്നു അത്. ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുവാൻ അദ്ദേഹം ഓടുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. എന്നാൽ അവിടെ ചൂരച്ചെടിയുടെ തണലിൽ അങ്ങ് തീരെ തളർന്നു പോയ അവസ്ഥയിൽ
ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയമെന്ന് പറയാം, കിടക്കുമ്പോൾ എന്ന് പറയാം അല്ലെ. പ്രൈസ് ലോർഡ് ദൈവമക്കളെ, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് ഏലിയാവിനെ ഒന്ന് തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഏലിയാവേ എഴുന്നേറ്റ് തിന്നുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ ലൈവിലായിരിക്കുന്ന പ്രിയ ദൈവ പൈതലെ, ദൈവത്തിന്റെ ആലോചന ഇന്ന് പ്രഭാതത്തിലുള്ളത് നീ തകർന്നു പോകുവാനുള്ള വ്യക്തിയല്ല, നീ തളർന്നു പോകുവാനുള്ള വ്യക്തിയല്ല. നിനക്ക് ഇനിയും ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്. ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാൻ കർത്താവ് നിന്നെ എടുത്ത് ഉപയോഗിക്കാൻ പോകുക. സഹോദരി, നീ തളർന്നു പോകരുത്. ഏലിയാവിന് ഹല്ലേലൂയ ദൂതൻ ഭക്ഷണം ഒരുക്കി വെക്കുക അല്ലെങ്കിൽ എഴുന്നേറ്റ് തിന്നാനായിട്ട് പറയുന്ന ഒരു ഏലിയാവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള ഒരു വ്യക്തിയാകുന്നു എന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ രാജ്യം രണ്ടായി വിഭാഗിക്കപ്പെട്ട ഒരു സന്ദർഭമാണ്. യഹൂദയെന്നും ശമരിയെന്നും രണ്ടായിട്ട് അത് വിഭാഗിക്കപ്പെടുന്നു. ആ സമയം ദൈവമക്കളെ, ആഹാബ് ഇസബെലിനെ വിവാഹം കഴിച്ച ഒരു സന്ദർഭം കൂടെയാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ജനത്തിനും ദേശത്തിനും ശാപം ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണെന്ന് പറയാൻ. ദൈവമക്കളെ, ആഹാബിന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് അറിയാമോ? നാശത്തിലേക്കാണ്. സത്യത്തിൽ ഇസബേൽ ഇത്രമാത്രം ഏലിയാവിനെ ദ്രോഹിക്കുവാൻ ഉള്ള കാരണം എന്താണ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നാം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് കഴിയും. അശേര പ്രതിഷ്ഠകളെ ഏലിയാവ് നശിപ്പിച്ച് കളഞ്ഞു. മാത്രമല്ല 480ഓളം പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ബാലിന്റെ ദേവതകളെ നശിപ്പിച്ച് കളഞ്ഞു. ഇതാണ് ഇസബെലിന്റെ ആ ഏലിയാവിനോടുള്ള കോപത്തിന് കാരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഏലിയാവ് ഭയന്ന് ഈ സമയം ഓടുകയാണ്. അവളൊരു ടൈം വെച്ചു, നാളെ ഈ സമയത്തിന് മുൻപായി അവൻ അവന് ജീവൻ ഉണ്ടാവുകയില്ല എന്ന് അവൾ പറയുകയുണ്ടായി. അത് കാരണം എന്താണ്? ഏലിയാവ് ഓടുകയാണ്, ജീവനെ കൊണ്ട് ഓടുകയാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ. എന്നാൽ ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഏലിയാവിന് ചില നിരാശയ്ക്ക് കാരണങ്ങളുണ്ട്. ഏലിയാവ് തളർന്നു പോകുവാൻ ചില കാരണങ്ങളുണ്ട്. എന്തായിരിക്കുമെന്ന് നാം ചിന്തിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഇസബെലിനെ ഭയപ്പെട്ടു എന്നാണ് കാണുവാൻ കഴിയുന്നത്. ഒന്നാമതായിട്ട് ഹല്ലേലൂയ, ഏലിയാവ് ദൈവമക്കളെ ഇസബെലിനെ ഭയപ്പെട്ടു. ഏലിയാവ് ചെയ്തത് ശമരിയയിൽ നിന്നും ബെർശേബ വരെ പ്രൈസ് ദി ലോർഡ് ഏലിയാവ് ഓടി എന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോൾ തന്നെ ഏലിയാവ് ഓടിയപ്പോൾ എന്താ സംഭവിച്ചത്? ഏലിയാവിന്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. ഏലിയാവ് തനിച്ചായി. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ഒരു വിഷയം പറയട്ടെ. ഹല്ലേലൂയ, ദൈവവചനം കേൾക്കാൻ കടന്നു വന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, കൂട്ടായ്മ ഇല്ലാതെ പോയാൽ പ്രിയ ദൈവ പൈതലെ നമ്മൾ തളർന്നു പോകും. ഇന്ന് രാവിലെ ഞാൻ എന്റെ സഹോദരിമാരോട് ചോദിക്കട്ടെ, നിങ്ങൾ ദൈവവചനം കേൾക്കാൻ വന്നപ്പോൾ ഒരു വ്യക്തിയോടെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടാണോ വന്നത്? ഹല്ലേലൂയ, ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നാം ദൈവത്തിന്റെ വചനത്തിന് മുൻപിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വ്യക്തിയെ കൂടെ നമ്മൾ കൂട്ടിക്കൊണ്ടു വരുവാൻ ഇടയാകണം. അതാണ് കൂട്ടായ്മ ബന്ധം എന്ന് പറയുന്നത്. ഇവിടെ ഏലിയാവ് തനിച്ചോടിയപ്പോൾ എന്ത് സംഭവിച്ചു? കൂട്ടായ്മ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയ സഹോദരങ്ങളെ, യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 51:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊക്കെ നിങ്ങൾ സമയമുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്. അവിടെ പറയുന്നത് നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്. ചിലർ വായ തുറന്നു കഴിഞ്ഞാൽ പിന്നെ പേടിയാ, അവിടെ നിൽക്കത്ത് പോലില്ല. ചിലരെങ്ങനെ അയ്യോ വൃന്ദയിലൊക്കെ പറഞ്ഞു പിടിപ്പിക്കുക പറഞ്ഞിട്ട് ഓടുന്നത് കാണാം. വചനം പറയുന്നു, നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിച്ചും പേടിക്കുകയും അരുത് എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. ഒരു ഭക്തന് പറയുവാൻ കഴിയും. സങ്കീർത്തനം 27 വരുമ്പോൾ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും. ഒരു യഥാർത്ഥ ഭക്തന് ഹല്ലേലൂയ ഉറച്ചു പറയുവാൻ കഴിയും, യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് ഇങ്ങനെ പറയുന്നതിന്റെ കാരണമുണ്ട്. ദൈവ പൈതലെ, തന്റെ മുൻപിൽ സിംഹം, കരടി, ഗോലിയാത്ത് ഇവരൊക്കെയാ നിൽക്കുന്നത്. ആമേൻ. അപ്പോഴും ഇവിടെ ദാവീദ് ധൈര്യത്തോടെ പറയുകയാണ്, യഹോവ എന്റെ
ജീവന്റെ ബലം. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിലും ഉറച്ച വിശ്വാസത്തോട് പറഞ്ഞാട്ടെ, യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും, ഏത് പ്രതികൂലങ്ങൾ വന്നാലും, എന്ത് പ്രതിസന്ധി ആയിരുന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം യഹോവ എന്റെ ജീവന്റെ ബലമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. യഹോവ എന്റെ ജീവന്റെ ബലമാകുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. ദാവീദ് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ദാവീദിന്റെ മുൻപിലുള്ളത് ദൈവമക്കളെ വലിയൊരു ഗോലിയാത്ത. ഹല്ലേലൂയ. ദാവീദ് ഭയപ്പെട്ടില്ല. ദാവീദ് ധൈര്യത്തോടെയാണ് ആ ഗോലിയാത്തിനെ ഫേസ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ദൈവ പൈതൽ മാത്രമാണോ 2 പ്രാവശ്യം കുന്തം കൊണ്ടെറിഞ്ഞ് കൊല്ലുവാനായിട്ട് ശ്രമിച്ച ഒരു ശൗല് തന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് പുറകെ നടക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അവിടെയും ദാവീദ് ഭയന്നു പോയില്ല, തളർന്നു പോയില്ല, തകർന്നു പോയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തനിക്ക് നേരെ തന്നെ കൊല്ലുവാൻ കുന്തവുമായി നിൽക്കുന്ന ഒരു വ്യക്തി, പ്രൈസ് ദി ലോർഡ്, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലും അവിടുന്ന് തകർന്ന് ഓടിപ്പോയനെ, ഭയന്നു പോയനെ. പക്ഷേ ദാവീദ് ചിന്തിച്ചത് എന്താ? യഹോവ എന്റെ ജീവന്റെ ബലം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? പ്രൈസ് ദി ലോർഡ്. 2 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല പ്രിയരെ, ഹല്ലേലൂയ, കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളത്, പിന്നെയോ ശക്തിയുടെ ആത്മാവിനെയാ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ ദൈവജനമേ, ഒന്ന് ആത്മാവിലൊന്ന് ബലപ്പെട്ടാട്ടെ. കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ആത്മാവിന്റെ ബലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ, ഒരു യഥാർത്ഥ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അരുമനാഥൻ കൂടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പൂർണ്ണമായി നമ്മൾ വിശ്വസിച്ച് യാത്ര ചെയ്യുകയാണ്. ആകയാൽ നമുക്ക് എന്ത് പ്രതികൂലം കടന്നു വന്നാലും നമ്മൾ ധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ സോർന്നു പോകുകയില്ല, നമ്മൾ തളർന്നു പോകുകയില്ല. ദാവീദിന്റെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും മാത്രമായിരുന്നു. ദാവീദ് രാജാവായിരുന്നിട്ട് കൂടെ പലപ്പോഴും കഴിഞ്ഞതൊക്കെ എവിടെയാണെന്നറിയാമോ? വനാന്തരങ്ങളിലും മറ്റുമൊക്കെയാ. നമുക്കത് നന്നായിട്ട് അറിയാം. പ്രിയ ദൈവ പൈതലേ, ആകയാൽ ദാവീദൊക്കെ അനുഭവിച്ചതുപോലുള്ള കഷ്ടങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ആകയാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കേണ്ടുന്നത് യഹോവ എന്റെ ജീവന്റെ ബലനാണ്. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ദൈവത്തെ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടാവും. രണ്ടാമതായിട്ട് ശമര്യയിൽ നിന്നും എങ്ങോട്ടേക്ക് പോയി എന്നറിയാമോ? ബെർശേബയിലേക്കാണ് കടന്നുപോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശമര്യയിൽ നിന്നും ബെർശേബയിലേക്ക് കടന്നുപോയി എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ദൈവഹിതത്തിൽ നിന്നും എന്തായി? എന്ത് സംഭവിച്ചു? താൻ പുറത്താക്കപ്പെട്ടു. ആമേൻ. ശമര്യയിൽ നിന്നും ബെർശേബയിലേക്ക് പോയി. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ബെർശേബയിലെ അവസ്ഥ എന്തായിരിക്കും? അവിടെ ഹാഗറിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ചൂടിനാൽ ഉഴന്ന് നടക്കുന്ന അവസ്ഥ, മരുഭൂമിയുടെ അവസ്ഥയാണ്. അവിടെ ഹാഗർ നിലവിളിച്ചുകൊണ്ട് ഉഴന്ന് നടക്കുകയാ. പ്രിയ ദൈവജനമേ, എന്ത് പ്രശ്നങ്ങൾ ഹല്ലേലൂയ കടന്നു വന്നാലും ദൈവത്തിന്റെ വഴി വിട്ട് പോകരുത്. ഏത് പ്രതിസന്ധി നമുക്ക് നേരിടേണ്ടി വന്നാലും പ്രാർത്ഥന കുറയ്ക്കരുത് സഹോദരൻ. പ്രാർത്ഥനയിൽ നമ്മൾ മുന്നേറണം. പ്രാർത്ഥനയിൽ നമ്മൾ ശക്തിപ്പെടുമ്പോൾ ഹല്ലേലൂയ, ദൈവം നമുക്ക് മുൻപിലായി വരുന്ന എല്ലാ പ്രതികൂല അവസ്ഥയിൽ നിന്നും കർത്താവ് നമ്മളെ വെട്ടിവെക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, പിതാവിന്റെയും ഇഷ്ടം ചെയ്യുക. അവിടെ പറയുന്ന പിതാവിന്റെയും ഇഷ്ടം ചെയ്യുക. പ്രിയരെ, ചില സമയം നമ്മുടെ ജീവിതത്തിൽ തീച്ചൂളയുടെ അനുഭവമായിരിക്കും. ചിലപ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്നത് സിംഹങ്ങളുടെ ഗുഹയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പതറിപ്പോകരുത് സഹോദരി, കുഞ്ഞേ, പതറിപ്പോകരുത്. ഹല്ലേലൂയ. സഹോദര, പതറിപ്പോകരുത്. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം, ക്ഷാമം വന്നതുകൊണ്ട് ഒരു കുടുംബം എങ്ങോട്ടേക്ക് പോയി എന്നറിയാമോ? ദൈവമക്കളെ, ഹല്ലേലൂയ, യെരുശലേമിൽ നിന്നും മോവാബിലേക്ക് പോയ ഒരു കുടുംബത്തെ നമുക്കറിയാം. കാരണം ക്ഷാമം കടന്നു വന്നപ്പോൾ എലിമലേക്കിന്റെ കുടുംബം മോവാബിലേക്ക് കടന്നു പോകുകയുണ്ടായി. എന്നാൽ നോക്കണം ദൈവമക്കളെ, അവിടെ ചെന്നവർ വലിയ പ്രതികൂലത്തെ അവർക്ക് നേരിടേണ്ടി വന്നു. അവരുടെ ആൺമക്കൾ 2ഉം അവരുടെ ഭർത്താവും, നവോമിയുടെ ഭർത്താവും മരിച്ചു പോയി. നഷ്ടങ്ങൾക്ക് മേലെ നഷ്ടങ്ങൾ ഉണ്ടായി. എന്നാൽ ക്ഷാമകാലത്ത് പോറ്റുന്ന ഒരു ദൈവമുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. അവര് വീണ്ടും ഹല്ലേലൂയ പ്രതിസന്ധിയുടെ നടുവിലും ദൈവം അവരെ യെരുശലേമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. ആകയാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവ പൈതലേ, നീ തളർന്നു പോകരുത്. ഹല്ലേലൂയ. തളർന്നു പോകുവാൻ എന്റെ ദൈവം ഒരു നാളും അനുവദിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി
ലോർഡ് ഹല്ലേലൂയ. നമുക്കറിയാം ദൈവമക്കളെ, പത്മോസിന്റെ ഏകാന്തതയെ നമുക്ക് നന്നായിട്ട് അറിയാം. യോഹന്നാനെ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോഴും അവിടെയും യോഹന്നാൻ ഹല്ലേലൂയ തളർന്നു പോയില്ല. ദൈവ പൈതലേ, യോഹന്നാൻ ദൈവത്തോട് കൂടെയായിരുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യോഹന്നാൻ ദൈവത്തോട് കൂടെയായിരുന്നു. എന്താണ് അവിടെ വചനം പറയുന്നത്? കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഗ്ലോറി ഹല്ലേലൂയ. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്ന് യോഹന്നാൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, താൻ അവിടെയും ആ കഷ്ടതയുടെ നടുവിൽ, നമുക്കറിയാം പത്മോസിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ, ഘോര മൃഗങ്ങളാണ്. അവിടേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെന്നാൽ അവൻ നിശ്ചയമായും മടങ്ങി വരുവാൻ അവന് കഴിയുകയില്ല. എന്നാൽ ദൈവ പൈതലെ യോഹന്നാൻ ഹല്ലേലൂയ അവിടെ ആത്മവിവശതയിൽ താൻ ദൈവത്തോട് കൂടെ ഹല്ലേലൂയ താൻ ദർശനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കൂടെയുള്ള ഒരു ദൈവിക സാന്നിധ്യം. എത്ര പേർക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയും? അപ്പാ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. അങ്ങ് ഏത് നേരത്തും എന്ത് വേളയിലും കർത്താവെ അങ്ങനോട് കൂടെ ഉണ്ടാവണം. അങ്ങയുടെ ആ വലിയ സാന്നിധ്യം എനിക്ക് അനുഭവിപ്പാൻ കർത്താവിനെ സഹായിക്കണമേ എന്ന് ഹല്ലേലൂയ ദൈവജനം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടാവും. ഒരിക്കലും തളർന്നു പോകുവാൻ നമ്മുടെ ദൈവം അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ തീച്ചുളയിലും നാലാമനായി കർത്താവ് നടന്ന് നീങ്ങുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ ആമേൻ കെട്ടപ്പെട്ടവരായി ഹല്ലേലൂയ ദൈവമക്കളെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും അവിടെയും ദൈവം അവരെ തളർന്നു പോകുവാൻ ഇടയാക്കിയില്ല. ഹല്ലേലൂയ ദൈവമക്കളെ, അവരുടെ പിന്നിലായി നാലാമൻ ഒരുവൻ നടന്നു നീങ്ങുന്നു. നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാ, നമ്മുടെ ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാ. എന്റെ പ്രിയരെ, തളർന്നു പോകുവാൻ കർത്താവ് അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ ഇരിക്കുന്ന ഇടത്തുണർപൂർവം കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചുയരുമ്പോൾ മകളെ, മകനെ, നീ തകർന്നു പോകുവാൻ, നീ തളർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, അടുത്തായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ കൂട്ടായ്മ നഷ്ടപ്പെട്ടു എന്നതാണ്. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19:3 മുതൽ 4 വരെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും. ഏലിയാവ് ബാല്യക്കാരനെ വിട്ടു പിരിയുന്നതായിട്ട് കാണുന്നു. പ്രിയരെ, ഏലിയാവ് തളർന്നു പോയി. ഹല്ലേലൂയ. ഏലിയാവ് ആകെ കൂടെ തളർന്നു പോയി. മുമ്പോട്ട് പോകുവാൻ കഴിയാതെ കൂട്ടായ്മ ബന്ധം ഹല്ലേലൂയ നഷ്ടപ്പെട്ടത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? താൻ തളർന്നു പോകുന്ന ഒരവസ്ഥ ഇവിടെ കാണുവാൻ കഴിയുന്നു. കൂട്ടുകാരനെ വിട്ടു പിരിയുന്ന ഒരവസ്ഥ. ഗ്ലോറി ഹല്ലേലൂയ. നമുക്കറിയാം ദൈവമക്കളെ, കൂട്ടായ്മ ബന്ധം എന്ത് ചെയ്യുന്നറിയാമോ? നമ്മെ ജ്വലിപ്പിക്കുന്നതാണ്. ഒരിക്കലും കൂട്ടായ്മ ബന്ധം നമ്മളെ നഷ്ടത്തിലേക്കോ ഒന്നും നമ്മളെ എത്തിക്കുകയല്ല. കൂട്ടായ്മ ബന്ധം അഥവാ ഫെലോഷിപ്പാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒരിക്കൽ പ്രിയ ദൈവമക്കളെ, ഞാൻ അവിടെ ഒക്കെ വിട്ടു പോരട്ടെ. എനിക്ക് സമയം വളരെ മുൻപിലോട്ട് കടന്നു പോയത് കൊണ്ട് ഞാനതൊന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആകയാൽ ദൈവമക്കളെ, കർത്താവ് ഹല്ലേലൂയ ശലോമോന്റെ ആരാധനയിൽ അവിടെ തീ ഇറങ്ങിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഒരുമിച്ച് പാടി, ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ചപ്പോൾ അവരുടെ നടുവിൽ തീ ഇറങ്ങുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയ ദൈവ പൈതലെ, ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ, ചില മാർമിക സത്യങ്ങളെ വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മുടെ മുൻപിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. അഗാധവും ഗൂഢവുമായിരിക്കുന്ന കാര്യാദികളെ വെളിപ്പെടുത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുക. കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. ഒരുമിച്ചുള്ള ആരാധന നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഈ നാളുകളായി ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്നവരായി, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി ഹല്ലേലൂയ തീരുവാൻ തക്കവണ്ണം നമ്മെ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമുക്കറിയാം ദൈവമക്കളെ, ഒരു ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ വേനൽക്കാലത്തൊക്കെ നമ്മൾ തീ കത്തിക്കുമ്പോൾ ചെറിയ ചുള്ളിക്കമ്പുകളൊക്കെ കൊണ്ടുവന്ന് കത്തിക്കാറുണ്ട്. ദൈവമക്കളെ, കത്തുമ്പോൾ തന്നെ പടുപടുപടുപടുപടുന്നുള്ള സൗണ്ട് കേൾക്കും. അങ്ങനെയാണ് ചുള്ളിക്കമ്പ് കത്തുന്നത്. ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നാം കത്തുന്നവരായി, ജ്വലിക്കുന്നവരായി തീരണം. ഏത് നേരത്തും ഹല്ലേലൂയ കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അതേ കർത്താവിനോടുകൂടി കടന്നു പോകുവാൻ ഇടയാകണം. ദൈവമക്കളെ, നമ്മൾ ഏത് സമയത്തും ഒരുക്കമുള്ളവരായി തീരുവാൻ സ്വർഗം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അല്ലാതെ കർത്താവേ, അല്പനേരം കൂടെ കഴിഞ്ഞു വന്നാൽ മതി, കർത്താവേ ഞാൻ ഒരുങ്ങിയിട്ടില്ല, ഞാൻ ഒരുങ്ങട്ടെ എന്ന് പറയുവാൻ ഒരിക്കലും ഇടയാകരുത്.
ഏത് സമയത്തിലും അസമയത്തിലും കർത്താവ് വന്നാൽ കർത്താവിനോട് കൂടെ പോകണം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവ പൈതലെ, ഒരു പക്ഷേ ഹല്ലേലൂയ ലോകം നമ്മെ വെറുത്ത് ഒതുക്കിയെന്ന് വരാം. ഹല്ലേലൂയ സമൂഹം, നമുക്ക് ചുറ്റിലുമുള്ളവർ നമ്മളെ ഉപദ്രവിക്കുന്നവരായി കാണപ്പെടാം. പ്രൈസ് ദി ലോർഡ്. സഹോദരി സഹോദര, ഹല്ലേലൂയ ദൈവത്തിനായി നാം ചൊല്ലിക്കുമ്പോൾ നിശ്ചയമായും സ്വർഗീയ നന്മകൾ, സ്വർഗീയ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകും. നമുക്ക് വരുന്ന പ്രതികൂലങ്ങളെ കർത്താവ് മാറ്റി തരുമെന്നേ. ഹല്ലേലൂയ നിങ്ങൾ അധൈര്യപ്പെടേണ്ട ആവശ്യമല്ല. ഹല്ലേലൂയ ദൈവമക്കളെ, അടുത്തതായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ഇന്നത്തെ ലോകം ദൈവത്തിൽ ആശ്രയിക്കുന്നതാണോ? അതിനേക്കാൾ ഹല്ലേലൂയ ദൈവമക്കളെ മനുഷ്യൻ ആശ്രയിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഏതെങ്കിലും ഒരു കഷ്ടമോ നഷ്ടമോ വരട്ടെ, ഒരു പ്രയാസം വരട്ടെ, ദൈവമക്കളെ ഉടൻ തന്നെ എന്ത് ചെയ്യും? മറ്റുള്ളവരോട് പറയുവാനാ നമ്മൾ വലിയൊരു എന്താ പറയുന്ന, ഉടൻ തന്നെ ചെയ്യുന്ന കാര്യം എന്താ? മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, വിഷയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്നാൽ എത്ര പേർ ഹല്ലേലൂയ കർത്താവിന്റെ പാദപീഠത്തിൽ താണ്ടിരുന്ന കർത്താവിന്റെ മുൻപിലേക്ക്, അല്ലെങ്കിൽ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ആ വിഷയത്തെ ഏൽപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് എന്ന് വചനം വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ എന്നത് കർത്താവിൽ മാത്രമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ തണൽ അല്ലെങ്കിൽ അഭയം പ്രാപിക്കുന്നതായിട്ട് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ നമുക്കറിയാം, ചൂരച്ചെടി എന്ന് പറഞ്ഞാൽ അത് മുള്ളാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഏലിയാവിന് ഒരു പക്ഷെ തണൽ ലഭിച്ചേക്കാം. എന്നാൽ ദൈവമക്കളെ, കുറച്ച് കഴിയുമ്പോഴേക്കും ഈ മുള്ളൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ? കുത്തുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുള്ള് കുത്തുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കുഞ്ഞേ, ഇപ്പോൾ ഹല്ലേലൂയ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു പക്ഷേ അത് നല്ലതെന്ന് തോന്നിയേക്കാം. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ ആ മുള്ള് നമ്മെ തെരിഞ്ഞു കുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, സങ്കീർത്തനം 115 വാക്യത്തിൽ നമ്മുടെ ആശ്രയമോ അത് ദൈവത്തിലായിരിക്കണമെന്ന് അവിടെ വ്യക്തമാക്കുന്ന പ്രിയരെ, ചൂരച്ചെടിയുടെ മുള്ളുകൾ അത് കുത്താൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവ പൈതലെ, നിന്റെ സകല വാതിലുകളും നിനക്ക് അടയപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എല്ലാ വഴികളും നിന്റെ മുൻപിൽ അടയുമ്പോഴും സ്വർഗീയ പിതാവ് നിനക്ക് പുതിയ വഴികളെ, പുതിയ നന്മയെ നിനക്ക് വേണ്ടി തുറന്നു തരുന്നൊരു ദൈവമാ. സകലരും നിന്നെ കൈവിട്ടൊതുക്കി, നിന്നെ വെറുത്ത് ഹല്ലേലൂയ നിന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ഹല്ലേലൂയ സഹോദരനെ, സഹോദരിയെ, കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാ. കർത്താവ് നിന്നെ വിടുവിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ തന്റെ മാർവോട് ചേർത്തണയ്ക്കും പോലെ കർത്താവിന്റെ മാർവോട് നമ്മളെ ചേർത്തണയ്ക്കുന്ന ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിനാൽ ഇന്ന പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരും തന്നെ നിരാശയുടെ ഒരു അഗാധത്തിലേക്ക് പോകാതെ വേണം ഹല്ലേലൂയ നാം ചിന്തിക്കണം. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞതുപോലെ, യഹോവ എന്റെ ജീവന്റെ ബലം. ഒന്ന് ഇരിക്കുന്ന ഇടത്തൊന്ന് പറഞ്ഞു തുടങ്ങ്, യഹോവ എന്റെ ജീവന്റെ ബലം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരെ പേടിക്കും? ഇന്ന പ്രഭാതത്തിൽ കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ അവസാനമായിട്ട് ഏലിയാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. Hallelujah. Praise the Lord. എന്താണ്? Now it is enough God. Hallelujah. ഏലിയാവ് എല്ലാം തകർന്ന മതി കർത്താവേ, എന്റെ ജീവനെ അങ്ങ് എടുത്തേ, എന്റെ മതി, എനിക്ക് ഇനി ജീവിക്കാൻ വയ്യ എന്ന. പലരും ഇങ്ങനെയൊക്കെയാ ചിന്തിക്കുന്നത്. എന്ത് പറയുന്നറിയാമോ? മതി കർത്താവേ, എനിക്ക് വയ്യ, ഈ ഭൂമിയിലെ ജീവിതം തകർന്നു, ഇനി എനിക്ക് ജീവിക്കാൻ വയ്യ എന്ന് പറയുന്ന അവസ്ഥകൾ ഉണ്ടാകും. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, മതി കർത്താവേ എന്ന് പറഞ്ഞ ഏലിയാവിനെ ഹല്ലേലൂയ നമുക്കറിയാം, മരണം കൂടാതെ ദൈവം സ്വർഗത്തിലേക്ക് കൊള്ളപ്പെടുവാനായിട്ടിടയായി തീർന്നു. ഏലിയാവിനോ ഇനിയും പുതിയ ശുശ്രൂഷകൾ ഇനിയുമുണ്ട്, ബാക്കിയുണ്ട് എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് ഈ പ്രഭാതത്തിൽ എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുക. ആരും തളർന്നു പോകരുത്, ആരും ഹല്ലേലൂയ നിരാശയിലേക്ക് തിരുമ്പി പോകരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം യഹോവ എന്റെ ജീവന്റെ ബലമാണ്. കർത്താവ് കൂടെയുണ്ട്. ഏത് നിമിഷവും നമ്മൾ തളർന്നു പോകാതെ ഹല്ലേലൂയ നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ആകയാൽ പ്രത്യാശയോടെ ഹല്ലേലൂയ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് കാണപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം ദൈവമക്കളെ. ഹല്ലേലൂയ. ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവിന്റെ സാന്നിധ്യം ഉണ്ട് എന്നത് നാം അറിഞ്ഞുകൊണ്ട് തന്നെ ഈ നാളുകളായി പ്രാർത്ഥനയ്ക്ക് നമുക്ക് അധിക സമയങ്ങളെ കൂട്ടിക്കൊണ്ട് ഹല്ലേലൂയ ശുശ്രൂഷയിൽ അനേകരെ നമുക്ക് ചേർത്ത്
ചേർത്ത് പിടിക്കാൻ ദൈവമക്കളെ, കൂട്ടായ്മ എന്ന ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്ഥാപിക്കാം. അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ നമ്മുടെ ആത്മീക ശുശ്രൂഷ ഹല്ലേലൂയ അതിനൊരു മുഖാന്തരമായി തീരട്ടെ. ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം നമ്മൾ തളർന്നു പോകരുത്. ഹല്ലേലൂയ ശക്തിപ്പെടണം. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ നമുക്ക് പ്രത്യാശയിൽ നമുക്ക് കാണപ്പെടുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ടതായി വചനം അപ്പ ഞങ്ങളുടെ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒരു പടി കൂടെ കർത്താവിന്റെ അരികിലേക്ക് അടുത്ത് വരുവാനുള്ള ഒരു നല്ല സന്ദർഭമായി തീരട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം ഘോഷിപ്പാൻ അടിയനെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. വചനം കേട്ടവർക്കായി സ്തോത്രം. വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ നാളുകളായി സത്യത്തോടെ ആത്മാവോടുകൂടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് ലഭിക്കുന്ന സമയങ്ങളെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങൾക്ക് സമയങ്ങളെ വർദ്ധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ പച്ചം പൊതിയണം. എല്ലാവരെയും അവിടുത്തെ തിരു രക്തത്താൽ കഴുകി മുദ്രയിട്ടാട്ടെ. കൃപയ്ക്കുള്ളിൽ കർത്താവ് പൊതിഞ്ഞാട്ടെന്നാഥ. സകല നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ അപ്പ. സകലത് ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ ആരും രക്ഷകന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. റോസ് ഫാമിലിയുടെ പേജിൽ ദിനവും രാവിലെ സമയം 5:45 ദൈവവചന ശുശ്രൂഷയുണ്ട്. അതുപോലെ തന്നെ പകൽ ഈവനിങ്, അതായത് ഈവനിങ് ടൈമില് 5 മണി അല്ലത് നൈറ്റ് 9 മണി, ഈ സമയങ്ങളിൽ നമ്മുടെ ലൈവുകൾ തുടർന്ന് നടക്കുകയാണ്. അതിനൊരു മുടക്കമില്ലാതെ നടന്നു വരുന്നു. ദൈവദാസന്മാർ, അനേക കർത്തൃദാസിദാസന്മാർ വചനം ശുശ്രൂഷിക്കുവാനായിട്ട് മുൻപോട്ട് കടന്നു വരുന്നുമുണ്ട്. ആകയാൽ ദൈവമക്കൾ, വചനം കേൾക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ദയവായി ഞങ്ങളുടെ ഈ സമയങ്ങൾ നിങ്ങൾ പാലിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ശുശ്രൂഷയിൽ നിങ്ങളും കടന്നു വരണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, എന്റെ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ചെന്നിട്ട് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്നും റോസ്ലിൻ സുരേഷ് എന്നും 2 അക്കൗണ്ട്, 2 യൂട്യൂബ് ചാനൽ ആക്റ്റീവായിട്ട് അത് നിലകൊള്ളുന്നു. ദൈവമക്കൾ, നിങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയെ മാനിക്കുക. അല്ലെങ്കിൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല ദൈവമക്കളെ, 2 വാട്സപ്പ് കൂട്ടായ്മകൾ നമ്മൾക്കുണ്ട്. അനേക ദൈവദാസിദാസന്മാർ ദിനംതോറും പ്രാർത്ഥിക്കുന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ട 2 പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഞങ്ങളുടെ ശുശ്രൂഷയോട് നിങ്ങൾക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമെങ്കിൽ എൻ്റെ ലൈവിന്റെ തൊട്ടുമുകളിലായി എൻ്റെ നമ്പർ തന്നെയാണ് കിടക്കുന്നത്. ആ നമ്പർ എടുത്ത് നിങ്ങൾ വിളിക്കുക, സഹകരിക്കുക. ദൈവമക്കളെ, കർത്താവ് വരാൻ താമസിച്ചാൽ നാളെയും ഇതേ സമയത്ത് തന്നെ ഞാനുണ്ടാവും. അതില്ലാതെ ഈവനിങ് ടൈം നമുക്ക് ലൈവ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും കടന്നു വരിക. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.